ഹോർമൂസ് കടലൊടുക്കിലൂടെയുള്ള ചരക്കു നീക്കം നിലച്ചതോടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ വീണ്ടും വർദ്ധിപ്പിക്കാൻ ഇന്ത്യ. പൊതുമേഖലാ എണ്ണ ശുദ്ധീകരണ കമ്പനികളും സർക്കാർ ഉദ്യോഗസ്ഥരും വിഷയം ചർച്ച ചെയ്തു. അമേരിക്കയുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. അതിനിടെ ആയത്തുള്ള അലി ഖമനയുടെ വധത്തെ അപലപിക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു സോണിയാഗാന്ധി രംഗത്തെത്തി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, അക്കാര്യത്തിൽ അമേരിക്കയുമായി ആശയവിനിമയം നടത്തേണ്ട കാര്യം എന്താണ് എന്ന കാര്യം അറിയില്ല. കാര്യം ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചത് ട്രംപ് മാത്രമാണ്. ഇന്ത്യ അങ്ങനെ പറഞ്ഞിട്ടില്ല, റഷ്യയും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി പ്രത്യേക സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതും അമേരിക്കൻ പ്രസിഡന്റിന്റെ കോപത്തിനിരയാക്കുമോ? ബൽറാം. ഹാഷ്മി, ഇന്ത്യ US വ്യാപാര കരാറിന്റെ പ്രധാന വ്യവസ്ഥകളിൽ ഒന്നാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തുക എന്നുള്ളത്. അത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറച്ചിരുന്നു ഈ ഒരു കരാറിന്റെ പശ്ചാത്തലത്തിൽ. എന്തായാലും നിലവിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. ഈ മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം നടക്കാത്ത സാഹചര്യമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിലവിൽ രാജ്യത്തുള്ള ഇന്ധന സ്ഥിതിഗതികൾ ഉൾപ്പെടെ വിശദമായി തന്നെ ചർച്ച ചെയ്തത്. എണ്ണ കമ്പനികൾ, പൊതുമേഖലാ എണ്ണ കമ്പനികളും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ഈ ചർച്ചകളിൽ നിലവിലെ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള മാർഗങ്ങളാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. അതിൽ ഉയർന്നു വന്ന ഒരു നിർദ്ദേശമാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വീണ്ടും വർദ്ധിപ്പിക്കാം എന്നുള്ളത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അത് ഈ കരാറിനെ ബാധിക്കാതിരിക്കാൻ US-മായി ഇക്കാര്യം സംബന്ധിച്ച് ആശയവിനിമയം നടത്തണം എന്നുള്ളൊരു നിർദ്ദേശവും ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നിലവിൽ രാജ്യത്ത് 2 ആഴ്ചത്തേക്കുള്ള എണ്ണശേഖരമാണ് ഉള്ളത് എന്ന വിലയിരുത്തലാണ് ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും മുൻഗണന നൽകേണ്ടത് ഗാർഹിക ഇന്ധനം, അതായത് പാചകവാതകം, പാചക സിലിണ്ടറുകൾ, ഒപ്പം തന്നെ പൈപ്പുകളിലൂടെയുള്ള പാചകവാതക കണക്ഷൻ എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഈ സ്വകാര്യ കമ്പനികളോട് ഉൾപ്പെടെ ആഭ്യന്തര വിപണിയിലേക്ക് ഈ ഇന്ധനം എത്തിക്കണം എന്ന നിർദ്ദേശം നൽകാനുള്ള ഒരു ആലോചനയും ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റു മാർഗങ്ങൾ, ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ മറികടക്കേണ്ട മറ്റു മാർഗങ്ങളും ചർച്ചയായിട്ടുണ്ട്. അതിൽ പ്രധാനം നിലവിലിപ്പോൾ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന എണ്ണക്കപ്പലുകളിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിൽ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് പോകാം എന്ന ഒരു നിർദ്ദേശമാണ് ഈ യോഗത്തിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.